ഇന്നൊരു വൺ ഡേ യാത്രക്ക് ഇറങ്ങിയതാണ്. വെള്ളച്ചാട്ടങ്ങൾ തേടിയുള്ള യാത്രയാണ്. കോഴിക്കോട് നാദാപുരം കുറ്റ്യാടി റൂട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. ഇതാണ് തിരികക്കയം വെള്ളച്ചാട്ടം കേട്ടോ. വണ്ടികളൊക്കെ ഇവിടെ ഈ റോഡ് സൈഡിൽ സൈഡാക്കിയിട്ട് കുറച്ചങ്ങ് നടന്നു പോകണം. നടക്കാനങ്ങ് ഒരുപാടൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെറിയ ട്രക്കിങ്, നല്ല രസമുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ചെറിയ ചെറിയ വഴികളാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങ് എത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശബ്ദവും അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറും അവിടുത്തെ ഒരുപാട് ആളുകൾ കുളിക്കുന്നതും കാണുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റായി. നല്ല ഗാംഭീര്യമുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് ഒരു പ്രത്യേകത. പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. പിന്നെ ഒരുപാട് ഫാമിലീസും ഇവരൊക്കെ കുളിക്കുന്നതും കാണുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നല്ലൊരു സ്ട്രീമാണ്. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം നല്ല ആംബിയൻസാണ്, ഒരു രക്ഷയില്ല. അവിടെ അതൊരു വള്ളിയും ആ വള്ളീൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് റിവർ ക്രോസ് ചെയ്യാൻ ഭയങ്കര ഹരാണ്. ഒരുപാട് ഫാമിലീസ് മുകളിൽ കുളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഭാഗത്തേക്ക് വരാൻ പേടിയായിട്ടിരിക്കുക. നല്ല അടിപൊളിയിലെ നല്ല ആംബിയൻസ്, മരങ്ങൾ, വേരുകൾക്കിടയിൽ കൂടി ഇങ്ങനെ വരുന്ന വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. ഇവിടെ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം. ഫാമിലി ആയിട്ട് വരുന്നവർ അതിൻ്റെ കുളിക്കാനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് വരാം. ഇവിടെ ഒരിക്കലും വന്നിട്ട് കുളിക്കാതെ പോകരുത്, ഒരു രക്ഷയില്ല. ഞങ്ങളിങ്ങോട്ട് കയറാൻ തന്നെ തോന്നില്ല. ഒരുപാട് നേരം അവിടെ കളിച്ചിങ്ങനെ എന്താണ് വൈബ് അറിയും. ഞാനും നൗഷാദും ആണല്ലോ വന്നത്. ഞങ്ങൾ കുറ്റിക്കടവ് നിന്ന് മാവൂരിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാൾ, ഫാമിലി ഒന്നും ഇല്ലാതെ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് വന്നത്. നല്ല രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചാടി, അതേപോലെ സ്ട്രീമിൽ ഒരുപാട് നേരം കുളിച്ച്. എനിക്ക് തോന്നുന്നു ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ കാണുമ്പോൾ, കുറേ ആൾക്കാരെ കാണുമ്പോൾ നിരാശയുണ്ട്. കാരണം അവർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കുളിക്കാനുള്ള ഡ്രസ്സൊന്നും എടുക്കാതെ വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ മുഖം കാണുമ്പോൾ തന്നെ ഒരു സങ്കടമായി തോന്നി. കാരണം അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റോ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വളരെ വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ ഒരു പരിസരമാണിത്. അപ്പോൾ വരുമ്പോൾ ആരും പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികളൊന്നും ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക.
പമ്പേഴ്സ് അങ്ങനത്തെ ഒന്നും ഇവിടെ അലൗഡല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ വൺ ഡേ ട്രിപ്പിൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണല്ലോ ഇത്, ഈ ഒരു വെള്ളച്ചാട്ടം. ഇനി അടുത്തൊരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ ഇന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾ അത് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.